ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ US-ൻ്റെ ഷട്ട് ഡൗണിനെ കുറിച്ച് ഒരുപാട് ദിവസങ്ങളായല്ലോ കേട്ടു തുടങ്ങിയിട്ട്. 38 ദിവസം നീണ്ടുനിന്ന ഷട്ട് ഡൗൺ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് വലിയ ഒരു ചലനം മാർക്കറ്റിൽ സൃഷ്ടിക്കും എന്നതിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. കാരണം ലോകത്ത് ഒട്ടുക്കും ഏത് ബഡ്ജറ്റിനെ ആശ്രയിച്ച് അതിൻ്റെ ചർച്ചകൾ നടക്കുമ്പോഴും നമുക്ക് സാധാരണഗതിയിൽ അത് $, ഇതിനെ ആസ്പദമാക്കിയാണല്ലോ ആ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആശ്രയിക്കുന്ന ഒരു $ൻ്റെ ഒരു പ്രതിസന്ധിയായിരുന്നു US-ലുണ്ടായിരുന്നത്. ആ പ്രശ്നം തൽക്കാലത്തേക്ക് ജനുവരി വരേക്ക് ഇത് പ്രതിസന്ധി അവസാനിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധി അവസാനിക്കുന്നത് മാർക്കറ്റിൽ പ്രതിഫലിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. കാരണം US ഷട്ട് ഡൗൺ പ്രതിസന്ധി അവിടെ തുടരുന്നതിൻ്റെ ഭാഗമായി മാർക്കറ്റിൽ എല്ലാത്തിനും, ഷെയർ മാർക്കറ്റും ഓഹരിയും എല്ലാ വിപണിയും സ്വർണവും ഒക്കെ ചാഞ്ചാട്ടങ്ങൾ തുടരുകയായിരുന്നു. ഏതായാലും US-ൻ്റെ ഈ പ്രതിസന്ധി അവസാനിച്ചു. തൽക്കാലത്തേക്കെങ്കിലും ജനുവരി വരെയെങ്കിലും ഈ പ്രതിസന്ധി അവസാനിച്ചു എന്നുള്ളത് വലിയ ഒരു മുന്നേറ്റം മാർക്കറ്റിൽ സൃഷ്ടിക്കും, ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. US-ൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഷട്ട് ഡൗൺ ആയിരുന്നു ഇപ്പോൾ നടന്നത്. ഇത് ധനാനുമതി സെനറ്റ് നൽകിയതോടെയാണ് 209-നെതിരെ 222 പേർ വോട്ട് ചെയ്താണ് ഈ ബില്ല് പാസ്സായത്. ഷട്ട് ഡൗൺ അവസാനിച്ചു എന്ന് തന്നെ പറയാം. തൽക്കാലം ജനുവരി 30 വരെയാണ് ഈ പ്രതിസന്ധി അവസാനിച്ചിരിക്കുന്നത്. ജനുവരി 30-ന് ശേഷം വീണ്ടും ബിൽ പാസ്സാക്കേണ്ടതുണ്ട്. എന്നാലും തൽക്കാലം അവസാനിച്ചു. 7 ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ ശമ്പളമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു വിഭാഗത്തിന് തൊഴിൽ നഷ്ടവും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പ്രതിസന്ധി മാർക്കറ്റിൽ സൃഷ്ടിച്ചിരുന്നു. കാരണം തൊഴിൽ നഷ്ടം, തൊഴിലില്ലാത്ത അവസ്ഥ, ഇതൊക്കെ US-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാത്രം ഇഷ്യൂ അല്ല. ഇത് $നെ ആശ്രയിച്ച് ലോകം ഒട്ടുക്കും വിനിമയങ്ങൾ നടത്തുമ്പോൾ ഇപ്പോഴും പല രാജ്യങ്ങളും വിനിമയ നിരത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും കൂടുതലും ഇപ്പോഴും വിനിമയം നടക്കുന്നത് $നെ ആശ്രയിച്ച് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തൊട്ടുക്കും US-ൻ്റെ ഷട്ട് ഡൗണിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് വലിയ ഇഷ്യൂ അല്ല. പക്ഷേ ഇപ്പോൾ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും $നെ ആശ്രയിച്ച് വിനിമയ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ലോകത്തിനെ തന്നെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് US-ൻ്റെ ഷട്ട് ഡൗൺ ലോകത്തൊട്ടുക്കും അത് വ്യാപിക്കുന്നു, പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ജനുവരി 30 വരെയെങ്കിലും അത് അവസാനിച്ചു, ഷട്ട് ഡൗൺ അവസാനിച്ചു എന്നത് തന്നെ വലിയൊരു ഉണർവാണ് മാർക്കറ്റിന് നൽകുന്നത്. US-നെ സംബന്ധിച്ചിടത്തോളം 40 വിമാനത്താവളങ്ങൾ ഉള്ള സ്ഥലത്ത് അതിൻ്റെ സർവീസുകൾ വരെ താളം തെറ്റിയ ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. വിമാന സർവീസുകളൊക്കെ താളം തെറ്റി, ജീവനക്കാരില്ലാത്തത് കൊണ്ടും യാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇനി സാധാരണ നിലയിലേക്ക് വരും ദിവസങ്ങളിൽ പുനഃസ്ഥാപിക്കപ്പെടും. 38 ദിവസമാണ് ഈ ഷട്ട് ഡൗൺ നീണ്ടുനിന്നത്. അത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് മാർക്കറ്റിൽ സൃഷ്ടിച്ചത്. ആ മാർക്കറ്റ് ഉണർവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ വിപണിയിലും ഇതിൻ്റെ പ്രതിഫലം, ഇതിൻ്റെ ഗുണം ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. വലിയൊരു ജനസംഖ്യ തൊഴിൽ നഷ്ടവും നേരിടുന്നുണ്ട്. അവശ്യ സേവനങ്ങൾ പോലും ലഭ്യമല്ലാത്ത ഒരു 38 ദിവസമാണ് നമ്മൾ കണ്ടത്. ഇത് ഏറ്റവും വലിയ ദൈർഘ്യമേറിയ ഷട്ട് ഡൗൺ ആണ് US-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നീണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ US-ൻ്റെ ഈ ഷട്ട് ഡൗൺ, 38 ദിവസത്തെ ഷട്ട് ഡൗൺ അവസാനിച്ചു എന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചലനങ്ങൾ സൃഷ്ടിക്കും, മാർക്കറ്റ് ഉണരും. അതിൻ്റെ ഭാഗമായി മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഓഹരി വിപണിയും സ്വർണത്തിൻ്റെയും ഒക്കെ വിലയിലൊക്കെ സ്ഥിരത കൈവരിക്കും. അങ്ങനെ സ്ഥിരത കൈവരിക്കുമ്പോൾ മാർക്കറ്റിൽ ചലനങ്ങൾ
സാധാരണഗതിയിലാവും, സാധാരണ ജനങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ഗുണം ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് സാധാരണ സ്റ്റഡിയായി മുന്നോട്ട് പോകുമ്പോൾ സാധനങ്ങളുടെ വിലയൊക്കെ ഒരു സ്റ്റഡിയിൽ എത്തും, ചാഞ്ചാട്ടമില്ലാതെ. ആ ചാഞ്ചാട്ടമില്ലാത്ത ഒരവസ്ഥ ജനുവരി 30 വരെ ഈ ഷട്ട് ഡൗൺ അവസാനിപ്പിച്ചത് വഴി ജനുവരി 30 ശേഷം വീണ്ടും അവർ ധനബില്ല് പാസ്സാക്കുമായിരിക്കും. ഏതായാലും ജനുവരി 30 വരെ ഇനി പ്രതിസന്ധിയില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ 1 to 38 ദിവസം നീണ്ടു നിന്ന ഈ ഷട്ട് ഡൗൺ അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചലനങ്ങൾ മാർക്കറ്റിലും എന്തായാലും പ്രതിഫലിക്കും. മാർക്കറ്റ് ഉണരും, സാധാരണ ജനങ്ങൾക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിക്കും. പ്രതിസന്ധി US-ൽ ഒഴിവായിരിക്കുകയാണ്. ഇതിൻ്റെ ഗുണം ഓഹരി വിപണിയിലും എല്ലാ വിപണിയിലും സ്വർണത്തിലുമൊക്കെ പ്രതിഫലിക്കും എന്നത് ഒരു തർക്കവുമില്ല. ഏതായാലും US-ന്റെ 38 ദിവസം നീണ്ടുനിന്ന ഈ ഷട്ട് ഡൗൺ അവസാനിച്ചു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.